ദേവി ജോലി എടുത്ത് നടുവൊടിഞ്ഞു. ഇങ്ങനെയുണ്ട് ഒടുക്കത്തൊരു ജോലി. എത്ര നേരവും ഞാൻ കാത്തിരിക്കണേ, ലോകം മുഴുവൻ ഉറങ്ങി, നിന്റെ പണി മാത്രം തീരില്ല. ഇങ്ങനെയുണ്ടോ ഒരു ഒടുക്കത്തെ പണി? എന്തിനാ ഇപ്പൊ കാത്തിരുന്നേ? കിടന്നുറങ്ങായിരുന്നില്ലേ? കിടക്കാൻ വരുമ്പോൾ ഒരു സ്നേഹം, അല്ലാത്ത പിന്നെ കടിച്ചു കീറാൻ വരുമല്ലോ. അത് പിന്നെ നിന്നോട് എനിക്ക് സ്നേഹമില്ലാണ്ടല്ല, മറ്റുള്ളവർ നിന്നെ നോക്കി വെള്ളം ഉറക്കുന്നത് കാണുമ്പോ എനിക്കൊരു കലി വരും. പ്രത്യേകിച്ച് ശങ്കരൻ. എനിക്ക് ഇത്തിരി തൊലിവെളുപ്പവും ചന്തവും കൂടി പോയത് എന്റെ കുറ്റ. പാവം ശങ്കരേട്ടൻ എന്നെ കേട്ടൻ എത്ര മോശം നടന്നതാ. എന്നിട്ട് അങ്ങേരെ വിട്ട് നിങ്ങളെ കെട്ടി എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറണം. ശങ്കരൻ ആരടി? വെറും കൂലിപ്പണിക്കാരൻ. ഞാനേ തെക്കേപ്പാത്തെ കാര്യസ്ഥനാ. കാര്യസ്ഥൻ. അതിന്റെ പവർന്ന് വേറെയാ. കാര്യസ്ഥന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ നിനക്കൊരു അഭിമാനമല്ലേ? എന്റെ ചക്കരല്ലേ? നിന്നെ കൊന്നോടാ. അയ്യോ, എവിടെ ഒപ്പിച്ച് സാറ് തന്നതാ. നേരത്തെ പറയണ ഞാൻ തെറ്റിദ്ധരിച്ചു. ഗൗരി, ഞാൻ വരാൻ ലേറ്റ് ആവും. നീ വാരത്ത് കിടന്നോ. ഗൗരി, ഞങ്ങള് ഞാൻ പലയിടത്തും പോകും. നീ പറഞ്ഞു കേട്ടോ. പിന്നെ ആരും ഒന്ന് വിളിച്ചാലും വാര തുറക്കണ്ട. വെള്ളം ഒഴിക്കണ്ട. എത്ര ദിവസം തൊണ്ടാനിച്ചിട്ട്. നിങ്ങൾ ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ. വെള്ളം ഒഴിച്ചടിക്ക്. ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു തരാം. വെള്ളം ഒഴിച്ചടിച്ചാൽ എനിക്ക് ഒന്നും ആവില്ല. ചടപെടന്ന് രണ്ടു കൊണ്ട് അടിക്കണം. ഇതും കൂടെ പിടിപ്പിച്ചോ, ഖുഷിയാകട്ടെ. അപ്പൊ നിനക്കോ? എനിക്കുള്ളത് ഇതിലുണ്ടല്ലോ. അപ്പൊ ഇത് ഞാൻ അടിച്ചോളാം. നന്ദിയില്ലാത്തവനാ നീ. ആ ഗൗരിയുടെ മുമ്പിൽ വെച്ച് എന്നെ നീ എന്തൊക്കെ അനാവശ്യമാ പറഞ്ഞേ. വോട്ടർ കളിയാ. ക്ഷമിക്ക്. നീ ഒരെണ്ണെടുത്ത വീശിയെ. നിന്റെ മനസ്സിലെ വിഷമം മാറട്ടെ. എനിക്കിത്തിരി മദ്യം കിട്ടിയപ്പോ ഞാൻ ആദ്യം ഓർത്ത നിന്നെയാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? അതുപോലെ തന്നെ ഞാനും. നീ കഴിഞ്ഞിട്ട് എനിക്കെന്റെ ഗൗരി പോലുള്ളൂ. ആ പറഞ്ഞ പച്ച കള്ള സത്യം. ഞാൻ എന്തിനാണ് നിന്നോട് നുണ പറയണത്? എന്നാ ഇതും കൂടി പിടിപ്പീരേ. നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാനിതും കൂടി പിടിപ്പിക്കാം. നിന്റെ സൂത്രമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നെ അടുപ്പിച്ച് കെടുത്തിയിട്ട് നിനക്ക് എവിടെ പോവാനാണെന്ന്. ഞാൻ എങ്ങനെ ചെയ്യൂടാ കുമാര? ഇതാ പറഞ്ഞ് നന്ദി എന്ന് പറയണ നിനക്കില്ലെന്ന്. അത് ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. നീ ഒരു പാവോ? എന്റെ ഗൗരി എപ്പോഴും പറയും ശങ്കരേട്ടനൊരു പാവോണെന്ന്. ഗൗരി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. നീ വന്നേ, ഞാൻ അവളുടെ മുമ്പിലേക്ക് പറയിപ്പിച്ചു തരാം. ഞാൻ വരണോ? വരണം. നീ എന്താടാ ഫിറ്റാണോ? ഞാനാ ഫിറ്റാ. ഞാൻ എത്ര അടിച്ചാലില്ലേ കരിമ്പനില്ലേ കരിമ്പന, അതുപോലെ എന്താ തലയ്ക്കൊരാട്ടം? മലക്ക തലയ്ക്കൊരാട്ടം. അത് കരിമ്പനോലില്ലേ, കാട്ടത്തിങ്ങനെ ആടുമില്ലേ, അതുപോലെ ആടുന്നതാ. നമുക്ക് ഗൗരിയോടൊന്ന് ചോദിക്കണ്ടേ? ഞാനത് മറന്നു. അതല്ലേ ഞാൻ ഓർമ്മിപ്പിച്ചത്. ഓർമ്മിപ്പിക്കാൻ നീ പക്ഷെ എടുക്കരുത്. വളം കയറിയെടുത്ത് പോവാം. തുറക്കണമായത് തുറന്നോ നീ. എന്നിട്ട് ധൈര്യമായിട്ട് കേറിക്കോ. അത് വേണ്ട, നീ തുറന്നാ മതി. നീ വല്ല ബഹുമാനം കാണിക്കണ്ട. കാര്യസ്ഥന് കൂലിക്കാരനൊക്കെ പുറത്താ. ഇവിടെ നമ്മൾ ഒന്നാ. നമുക്ക് ഒരുമിച്ച് തുറക്കാം. ഇത് ശങ്കരൻ കുമാരൻ. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് പോലെ അല്ല ഈ ശങ്കരൻ. നിങ്ങൾ മൂക്കറ്റം കുടിച്ചിട്ടുണ്ടല്ലേ? ശങ്കരൻ തന്നു, ഞാൻ കുടിച്ചു. എന്നാലും എന്റെ ശങ്കരേട്ടാ, ശങ്കരേട്ടന്റെ അടുത്തുനിന്ന് ഇത് ഞാൻ നീ ശങ്കരന്റെ കൂടെ എന്നെ പ്രതീക്ഷിച്ചില്ല. ശങ്കരന്റെ ഒറ്റക്കാരൻ പ്രതീക്ഷിച്ചു എന്നതല്ലേടി നീ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താ വല്ലാത്തൊരു ചൂട്. അമ്മൂമ്മയുടെ കാലിനെന്ത് പറ്റി? ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നേ? ഒന്നും പറയണ്ട എന്റെ കുട്ടിയെ. കിണറ്റിന്റെ അടുത്ത് അലക്ക് കല്ലും മേലെ കാലൊന്നു തട്ടിയതാ. നല്ലോണം മുറിഞ്ഞു. കൊറേ ചോരയും പോയി. ഇവിടെ മുറിവിൽ വെക്കുന്ന മരുന്നുണ്ടെങ്കിൽ ഇത്തിരി വെക്കാലോ എന്ന് കരുതി വന്നതാ. ഇതെന്താ ആശുപത്രിയോ? എന്തുണ്ടെങ്കിലും ഇങ്ങടെ ഓടി വരൂ. ഇങ്ങനെ ഒരു തള്ളേ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊന്നും പറയില്ല ഗൗരിയേച്ചി. ഇത്തിരി മരുന്നെടുത്ത് അമ്മൂമ്മയ്ക്കൊന്ന് കൊടുക്കുന്നേ. ഈ ചൂട് സമയത്ത് പോത്തുപോലെ കിടന്നുറങ്ങാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. ആലുവെങ്കിലും ചൂട് സമയത്ത് ഇറങ്ങി നടന്നോളൂ. നിന്റെ മുഖത്തൊന്നും വരില്ലേ? അമ്മൂമ്മേ,
ഈ ഗൗരീച്ചിക്ക് എന്താ അമ്മൂമ്മേനോട് അത്ര ദേഷ്യം? എനിക്ക് അറിഞ്ഞൂടാ മോളെ. ഞാൻ അവൾക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. കുമാരനെ കൊണ്ട് അവളെ കെട്ടിച്ചത് ഞാൻ മുൻകൈ എടുത്താ. കുമാരനാവുമ്പോ ഒരു ജോലിയുണ്ട്. മാത്രമല്ല അമ്പലത്തിന്റെ അപ്പുറത്ത് സ്വന്തമായി 10 സെന്റ് സ്ഥലവും ഉണ്ട്. ഇപ്പൊ ഗൗരി പറയണത് കുമാരനെ കെട്ടിയോണ്ടാ അവക്ക് കൊച്ചുങ്ങളുണ്ടാവാത്തേന്ന്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്നാ മരുന്ന് എവിടെയാന്ന് വെച്ചാ തേക്ക്. ഇത്തിരി ഈ കാലിലോട്ട് പുരട്ടി താ ഗൗരി. നിനക്ക് വിശേഷമൊന്നും ആയില്ലേ ഗൗരി? എനിക്കെന്ത് വിശേഷം? അല്ല, ഞാൻ ചോദിച്ചത്. ഉവ്വ്, എനിക്ക് മനസ്സിലായി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഈ ജന്മം എനിക്കുണ്ടാവുമെന്ന് തോന്നണില്ല. എന്റെ സങ്കടമൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ ദേവി? ഗൗരീച്ചി, ഞാൻ അപ്പുറത്തുണ്ടാവും. ആ, ഈ ശങ്കരൻ എവിടെ? ഇപ്പൊ ഇവിടെ കിടക്കണ്ടായാല് അവന്റെ മുങ്ങിയ. അവൻ എഴുന്നേറ്റിട്ട് ദേ അങ്ങോട്ട് പോണ കണ്ടു. അല്ല കുമാരാ, നല്ല കണ്ടും തടിയുണ്ടല്ലോ നിനക്ക്. ഈ ഗൗരി പെണ്ണിന്റെ കണ്ണീര് കാണുന്നില്ലേ നീ? തവളക്ക് എന്തിന്റെ കേടാ? നീ ഈ ഗൗരിയെ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞില്ലേ? ഒരു കുഞ്ഞിക്കാലി കാണാൻ അവക്കും മോഹം ഉണ്ടാവില്ലേ? അതെങ്ങനെ? ദൈവവിചാരം ഉള്ളവർക്ക് കുട്ടികളുണ്ടാവൂ. ഇവർക്ക് ആ പറഞ്ഞ വല്ലതുണ്ടോ? എപ്പ നോക്കിയാലും ശങ്കരന്റെ വിചാരത്തിലെ നടപ്പ്. ആ, എന്നെ ചീത്തയിപ്പിച്ചപ്പോ തള്ളക്ക് തൃപ്തിയായല്ലോ അല്ലേ? ഓ, ആർക്കും ഒരു ശല്യം ആവാണ്ട് ഞാൻ പോയിക്കോളാം എന്റെ ഗൗരിയെ. കൃഷ്ണ, ഗൗരി, നമുക്കൊന്ന് മണ്ണാർശാല വരെ പോയാലോ? മതി, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. കുമാരേട്ടൻ കുറെ സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടേതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ശങ്കരൻ ഇത് എവിടെ പോയി? ഒരു കാര്യത്തിൽ നോക്കിയാൽ അവിടെ കാണൂല. ശങ്കരാ, ഒരു ചായ കൂടി. ഇപ്പൊ തരാന്നേ. ഇത്തിരി താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. എടോ 5 മണിക്കൂർ 5 ചായ കുടിച്ചില്ലേ? എന്നിട്ട് പോകാൻ നോക്ക്. ഈ നാട്ടിൽ വേറെ ആർക്കും ചായ കുടിക്കണ്ടേ? 5 എണ്ണം കുടിച്ചിട്ടും ദാഹം തീർന്നില്ല ഭാസ്കര. ഇതിന്റെ പേര് ദാഹമൊന്നല്ല, കാമദാഹമെന്നാ. ന്യൂട്ര കണ്ടിട്ട് വരുവാണോ? പടം എങ്ങനെയുണ്ട്? എണ്ണ തോണി രസിക്കാൻ പാടോ? വല്ലാത്ത ക്ഷീണുണ്ട്. താൻ ചായത്തെ കടിക്കാൻ വല്ലതും വേണോ? ചൂട് പരിപ്പൂടിയുണ്ട്. കരിക്കാനും പിടിക്കാനും വേണ്ട. താൻ ചായത്തെ. ഞാനൊരു കാര്യം കേട്ടല്ലോ, വല്ല സത്യമുണ്ട് അതില്? നീ എന്താ കേട്ടത്? നിങ്ങളുടെ ഭാര്യ ഇപ്പം ആ ശങ്കരന്റെ കൂടെ പൊറുതിന്ന് കേട്ടല്ലോ. നിങ്ങൾ തുറച്ചൊന്നും നോക്കണ്ട. ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർ അടക്കം പറയുന്നത് കേട്ടാ ഞാൻ. പിന്നെ ഭാര്യയുടെ മോളി എപ്പോഴും ഒരു കണ്ണുള്ളതല്ല. എന്തിനുള്ള പുറപ്പാടാ? അവരെ ചവിട്ടിടിക്കുക ഒന്നും വേണ്ട. അടിനാവി നോക്കി 4 ചവിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓ, ഒരു കുടുംബം കലക്കിയപ്പോ സമാധാനമായി. നടക്കുന്നു. പോയി മാവ് കലക്കി വെക്കണകത്ത്. ശങ്കരേട്ട, എന്താ ഗൗരി? ഞാനൊരു കാര്യം പറഞ്ഞ ശങ്കരേട്ടൻ കേക്കൂ? എന്താ? ഇനിയെങ്കിലും ശങ്കരേട്ടനൊരു കല്യാണം കഴിച്ചൂടെ? എത്ര നാളായെന്ന് വെച്ചാ ഇങ്ങനെ? എനിക്കിനി കല്യാണമൊന്നും വേണ്ട പെണ്ണെ. ഞാൻ ഇങ്ങനെ വെള്ളം കോരി കുളിച്ചൊക്കെ ജീവിച്ചോളാം. ശങ്കരേട്ടൻ ഇങ്ങനെ നിക്കണ കാണുമ്പോ എന്റെ ഉള്ളു പഠിക്കാം. ഒക്കത്തിന് കാരണക്കാരി ഞാനാ. ഇത്രയും നാള് ഞാൻ എന്നെ സ്നേഹിച്ചു. ഇനി വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ടാ. എനിക്കത് അറിയാഞ്ഞിട്ടല്ല. എന്നാലും നമ്മളെ രണ്ടാളെയും കൂടി കാണുമ്പോ കുമാരേട്ടന് എപ്പോഴും സംശയം. ആദ്യം മൂത്ത് കുമാരേട്ടന് വല്ല ഭ്രാന്തും പിടിക്കുമെന്ന് എന്റെ പേടി. എന്ത് പേടിക്കാൻ? ഇപ്പോഴേ അവന്റെ ഭ്രാന്ത. ഓ, എന്താ? പോയി അമ്മക്കിഞ്ഞെടുക്ക. ഇത് എന്റെയിലുണ്ട്. കുറച്ച് വെള്ളം കണ്ടുപിടിക്കും. തീർന്നു. സോപ്പില് മുളകൂടിയോ നീറ്റില്ല. ഇതാ. അയ്യോ, ദേ വന്നു. അല്ലെങ്കിൽ നീ ഉപയോഗിക്കാറില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ ഒരുത്ത കാരണം എനിക്ക് വഴി കിടക്കുന്ന വഴി. താങ്ക്സ്. അതും പിടിച്ച